അദ്ദേഹം ഒരു കരിയറിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യയശാസ്ത്രവുമില്ല, അദ്ദേഹത്തിനൊരു ആശയവുമില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ തരൂർ ഇപ്പോൾ എങ്ങനെയാണ് തലസ്ഥാനത്ത് നിന്നും വിജയിച്ചത്, ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ചത്? മതേതര വോട്ട് നേടിയിട്ടാണ് തരൂർ വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ വേണ്ടത് ആ മതേതര വോട്ട് നേടിയ വിജയിച്ച MP സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം പുതിയ ആശയവുമായിട്ടൊക്കെ പോകുന്നതാണ് നല്ലത്. അദ്ദേഹം അതിനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കുകയാണ് വേണ്ടത്. പകരം ഈ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് ഏറ്റവും പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, കുഴപ്പങ്ങളില്ല എന്നുള്ളതല്ല. അതിനകത്ത് സംസാരിക്കേണ്ട ആളാണ് ഈ പ്രവർത്തക സമിതി അംഗമായ തരൂർ. അത് ചെയ്യുന്നതിന് പകരം പുറത്ത് വിളിച്ചു പറഞ്ഞ് നടക്കുകയാണ്. നമ്മൾ നേരത്തെയൊക്കെ തരൂരിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ, അല്ലെങ്കിൽ തരൂരിൻ്റെ ഭാഷാ പാണ്ഡിത്യം ഇതൊക്കെ കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ രസമുള്ള കാര്യമാണ്. അതെപ്പോഴും വാർത്തകളിൽ വരാറുമുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ അസംബന്ധങ്ങളാണ്, അതായത് പാർട്ടിക്കെതിരായ അസംബന്ധങ്ങളാണ് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടിയെ ദുർബലപ്പെടുത്തുക എന്ന രീതിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്ന തീരുമാനം ആദ്യഘട്ടത്തിലൊക്കെ പല നേതാക്കളും പ്രതികരിച്ചിരുന്നു. പ്രതികരിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രശസ്തിയുണ്ട്. അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വാർത്തകൾ വരും, ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. അദ്ദേഹം തന്നെ കൊഴിഞ്ഞു പോകുമെങ്കിൽ കൊഴിഞ്ഞു പോകട്ടെ, അദ്ദേഹം പ്രചാരണത്തിന് വരുന്നെങ്കിൽ വരട്ടെ, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു പോവുകയാണെങ്കിൽ പോകട്ടെ, അതങ്ങനെ ആ വഴിക്ക് അങ്ങ് പോയിക്കോട്ടെ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിക്കുന്നത്. പക്ഷേ അത് എത്ര കാലം പറ്റും എന്നൊരു ചോദ്യമുണ്ട്, എത്രത്തോളം സഹിക്കും എന്നൊരു ചോദ്യമുണ്ട്.